ഗൈസ്, എന്തൊക്കെയാണ് ISL നടക്കുന്നത്? ISL-ലും ചാരപ്പണിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പുറത്തേക്ക് വരുന്ന വാർത്തകൾ നമുക്കറിയാലോ. FC ഗോവ കഴിഞ്ഞ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ കളിച്ചാണ്. അവർക്ക് അടുത്തൊരു ഷെഡ്യൂളിൽ തന്നെ മുംബൈ സിറ്റി FC-ക്കെതിരെ ഒരു മത്സരം കളിക്കേണ്ടതുണ്ട്. അതൊരു എവേ മത്സരം തന്നെയാണ്. അതായത് മുംബൈ സിറ്റി FC-യുടെ ഒരു ഹോം മത്സരമാണ്. നാളെയാണ് ഈ ഒരു മത്സരം നടക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു മത്സരത്തിന് മുന്നോടിയായിട്ട് ഐ തിങ്ക് ചിലപ്പോൾ അവർ നേരെ മുംബൈയിലേക്ക് തന്നെ ആയിരിക്കും പറഞ്ഞിട്ടുണ്ടാകും. അപ്പം അവിടെ അവർക്ക് ട്രെയിനിങ് സെഷൻസ് കാര്യങ്ങളൊക്കെ ആവശ്യമാണല്ലോ. അപ്പം ഈ ഗോവയുടെ ട്രെയിനിങ് സെഷൻ നടക്കുന്നൊരു സമയത്ത് മുംബൈയുടെ സ്റ്റാഫ്സിലുള്ള ഒരാൾ അവിടെ പോവുകയും അതുപോലെ തന്നെ അതിൻ്റെ വീഡിയോ ഒക്കെ പകർത്തുകയും ചെയ്തു എന്നുള്ള തരത്തിലുള്ളൊരു അലിഗേഷനാണ് ഇപ്പം FC ഗോവ ഉന്നയിക്കുന്നത്. എന്തേ നാണുണ്ടടാ നാറി ഒളിഞ്ഞു പോകാൻ എന്നുള്ളതാണ്. അവരുടെ അനലിസ്റ്റോ മറ്റോ ഒക്കെ ആണെന്നാണ് പറയപ്പെടുന്നത്. വളരെ ഒരു ഇമ്പോർട്ടൻറ്റ് മാച്ചാണ്. മുംബൈ സിറ്റിയും ഗോവയായിട്ട് ഓൾറെഡി ഒരു റൈവലറി ഒക്കെ ഉള്ളതാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഇങ്ങനൊരു സാഹചര്യം കൂടി വരുന്നത്. ഇപ്പം നമുക്കറിയാലോ, മുംബൈ സിറ്റി FC പോയിന്റ് ടേബിൾ രണ്ടാമതാണുള്ളത്. അവർ ബാക്ക് ടു ബാക്ക് മാച്ചസ് വിൻ ചെയ്തു. അതായത് 3 മത്സരങ്ങൾ അടുപ്പിച്ചൊക്കെ വിൻ ചെയ്തിട്ട് നിൽക്കുകയാണ്. അണ്ടർ പീറ്റൊക്കെ ആക്കി. അപ്പം മത്സരം വിജയിച്ച് ഷീൽഡ് റേസിലേക്ക് എത്തുക എന്നുള്ളത് തന്നെയാണ് അവർ ലക്ഷ്യം വെക്കുക. ഗോവയെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഷീൽഡ് റേസിൽ ഉണ്ടായിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടീമാണ്. എന്നാൽ കഴിഞ്ഞ 4 മത്സരമായിട്ട് അവർക്ക് വിജയിക്കാൻ സാധിച്ചില്ല. അടുപ്പിച്ച് 3 മത്സരങ്ങൾ തോറ്റൊക്കെ നിൽക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് മുംബൈയിൽ ഒരു ട്രെയിനിങ് നടത്തുന്നതിനിടെ ഗോവയ്ക്ക് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുകയും ആ വീഡിയോ എടുത്ത ആളെ പിടികൂടുകയും ചെയ്യുന്നതൊക്കെ സാഹചര്യം വരുന്നത്. ഏതായാലും ലീഗ് ഓർഗനൈസേഷന് ഇപ്പോൾ ഗോവ ഒരു പരാതി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഗോവയ്ക്ക് ചില ഇഞ്ചുറി പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. ഇപ്പം ഓൾറെഡി ജിങ്കൻ ഇഞ്ചുർഡായി. പിന്നെ വിക്ടറിന് ഇഞ്ചുറി ആയ സമയത്താണ് പകരം ബോർഹ ഹെറേറ എന്ന് പറയുന്ന താരത്തെ കൊണ്ടുവരുന്നത്. ആ ഒരു താരം കഴിഞ്ഞൊരു മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സിനെതിരെ നടന്ന മത്സരത്തിൽ ഒരു ഇഞ്ചുറി സംഭവിച്ചിരുന്നു. അപ്പോൾ ആ ഒരു ഇഞ്ചുറിയെ പറ്റിയിട്ടുള്ളൊരു അപ്ഡേറ്റ് ചോദിച്ച സമയത്ത് വളരെ ക്ഷുഭിതനായിട്ട് തന്നെ പരിശീലകനായിട്ടുള്ള മനോല മാർക്കസ് പറഞ്ഞത് അത് മുംബൈ സിറ്റി FC-യുടെ അനലിസ്റ്റ്, അതായത് ആ വീഡിയോ എടുത്തിട്ടുള്ള ആ ഒരാളോട് പോയി ചോദിക്കുക, പുള്ളിക്ക് അറിയാൻ പറ്റുമോ എന്നുള്ളതാണ്. അങ്ങനെ വളരെ ദേഷ്യപ്പെട്ട് തന്നെ ഇരിക്കുകയാണ്. കാരണം പ്രത്യേകിച്ച് മത്സരങ്ങളൊക്കെ ഇങ്ങനെ പരാജയപ്പെടുന്നു വരുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പം പുതിയ പ്ലാൻസ് എന്താണെങ്കിലും കോച്ചസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാനുള്ളൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ ഓൾറെഡി പീറ്റർ കാക്കി കൊച്ചിയിൽ വന്നിരുന്നു ഈ ഒരു മത്സരം കാണാൻ, കേരള ബ്ലാസ്റ്റേഴ്സ് മത്സരം കാണാൻ. അപ്പം അദ്ദേഹം തൻ്റെ മാക്സിമം അടവുകൾ പയറ്റി, അല്ലെങ്കിൽ അവരെന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതൊക്കെ പഠിച്ചറിഞ്ഞുകൊണ്ടൊരു സമീപനം ഈ ഒരു മത്സരത്തിൽ നടത്താണ്. അതിനായിരിക്കണം ഈ ഒരു കുബുദ്ധി കൂടി പ്രയോഗിച്ചത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഇന്ത്യൻ ഫുട്ബോളിൽ ഇത് ആദ്യമായിട്ടാണ് നടക്കുന്നത്. ഏത് തരത്തിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇപ്പം ഇനി മുംബൈ സിറ്റി FC-ക്ക് എതിരെ ഇതിന് അന്വേഷണങ്ങൾ ഉണ്ടാകുമോ, ഇത് തെളിഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും ലഭിക്കാൻ പോകുന്നതെന്നൊക്കെ ഉള്ളത് കണ്ടറിയേണ്ട കാര്യം തന്നെയാണ്. ഏതായാലും കൊള്ളാം, ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു വാർത്തയാണ്. ഏതായാലും ഈ വേൾഡ് കപ്പ് ഒക്കെ നടക്കുന്നൊരു സമയത്ത് ഇങ്ങനെയുള്ള പല രാജ്യങ്ങളിലും ഇതുപോലെ തന്നെ ഈ ഒരു ചാരപ്പണി നടത്തി ഇതുപോലെ ഫുട്ടേജ് ശേഖരിക്കുന്ന പരിപാടിയൊക്കെ നടക്കാറുണ്ട് എന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഏതായാലും ISL-ൽ ഇത് ആദ്യമായിട്ട് സംഭവിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പോൾ എന്താണ് നിങ്ങളുടെ ഒപ്പീനിയൻ? ഉറപ്പായിട്ടും ഒന്ന് കമ്പോസിറ്റ് പറ്റിയ കഴിഞ്ഞ ശനി